അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം മുതൽ 33 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. നാരദ ഉവാച സ്വരൂപം ദേവദേവേശ ത്രയാണാമേവ വിസ്തരാൽ ഗുണാനാം യൽ സ്വരൂപോസ്തി ഹ്യഹങ്കാരസ്ത്രിരൂപകാം സാത്വികോ രാജസശ്ചൈവ താമസശ്ച തഥാപരാ വിഭേദേന സ്വരൂപാണി വദസ്വ പുരുഷോത്തമ. യജ്ഞാത്വാ വിപ്രമുച്യേഹം ജ്ഞാനം തദ്വദ മേ പ്രഭോ ഗുണാനാം ലക്ഷണാന്യേവ വിതതാനി വിഭാഗശാം. ബ്രഹ്മോവാച ത്രയാണാം ശക്തയസ്ത്രിസ്രസ്തദ്ബ്രവീമി തവാനഘ ജ്ഞാനശക്തി ക്രിയാശക്തിരർത്ഥശക്തിസ്തഥാപരാ. സാത്വികസ്യ ജ്ഞാനശക്തി രാജസസ്യ ക്രിയാത്മിക ദ്രവ്യശക്തിസ്താമസസ്യ തിസ്രശ്ച കഥിതാസ്തവ. തേഷാം കാര്യാണി വക്ഷ്യാമി ശൃണു നാരദ തത്വതാ. താമസ്യാ ദ്രവ്യശക്തേശ്ച ശബ്ദസ്പർശസമുദ്ഭവാ. രൂപം രസശ്ച ഗന്ധശ്ച തന്മാത്രാണി പ്രചക്ഷത്തെ. ശബ്ദൈകഗുണമാകാശം വായുസ്പർശഗുണസ്തഥാ. സുരൂപൈകഗുണോഗ്നിശ്ച
ജലം രസഗുണാത്മകം പൃഥ്വി ഗന്ധഗുണാജ്ഞേയ സൂക്ഷ്മാണ്യേതാനി നാരദ ദശൈതാനി മിളിത്വാ തു ദ്രവ്യശക്തിയുതാനി വൈ താമസാഹങ്കാരജസ്സ്യാൽ സർഗസ്തദനുവൃത്തികാം രാജസ്യാശ്ച ക്രിയാശക്തേരുൽപ്പന്നാനി ശൃണുഷ്വ മേ ശ്രോത്രം ത്വഗ്രസനാ ചക്ഷുർ ഘ്രാണം ചൈവ ച പഞ്ചമം ജ്ഞാനേന്ദ്രിയാണി ചൈതാനി തഥാ കർമ്മേന്ദ്രിയാണി ച വാക്പാണിപാദപായുശ്ച ഗുഹ്യാന്താനി ച പഞ്ചവൈ പ്രാണോപാനശ്ച വ്യാനശ്ച സമാനോദാനവായവ പഞ്ചദശ മിളിത്വൈവ രാജസ സർഗ ഉച്യത്തെ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ. ശ്രീ മഹാകാള്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം മുതൽ 33 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാരദൻ പറഞ്ഞു, സത്വരജോതമോ ഗുണ സ്വരൂപവും ത്രിവിധമാം അഹങ്കാര സ്വരൂപവും പറഞ്ഞിടണേ. സാത്വിക രാജസ താമസങ്ങളാകും ത്രിഗുണങ്ങൾ, ഇവയുടെ സ്വരൂപത്തെ പറഞ്ഞിടണേ. ഗുണങ്ങൾ തൻ ലക്ഷണവും വിസ്തരിച്ചു പറയണേ. മുക്തിദമാം ജ്ഞാനമെന്നിൽ പകർന്നിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാവ് പറഞ്ഞു, 3 അഹങ്കാരങ്ങൾക്കും 3 വിധം ശക്തിയുണ്ട്. ജ്ഞാനശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തിയും. ജ്ഞാനശക്തി സാത്വികമാം അഹങ്കാരത്തോടും പിന്നെ ക്രിയാശക്തി രാജസമാം അഹങ്കാരവും. ദ്രവ്യശക്തി താമസാഹങ്കാരത്തോടും ബന്ധിതം താൻ. ഇക്കാര്യങ്ങൾ പറഞ്ഞല്ലോ നാരദ ഞാനും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇവയുടെ കാര്യം ചൊല്ലാം. താമസിയാം ദ്രവ്യശക്തി തന്നിൽ നിന്നു ശബ്ദസ്പർശം അതുപോലവേ. രൂപം രസം ഗന്ധവുമുണ്ടായി ഇവ തന്മാത്രകൾ. ശബ്ദഗുണം ആകാശവും സ്പർശം വായുവും.
അഗ്നിയുടെ രൂപം ജലത്തിൻ്റെ തോരസവും ഭൂമി തൻ്റെ ഗന്ധം അറിയുക സൂക്ഷ്മങ്ങളിവ. ദിവ്യശക്തിയുമായി ചേർന്ന 10 ചേർന്നിടുമ്പോൾ താമസാഹങ്കാര സൃഷ്ടിയെന്നു പറയും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രജോഗുണ ക്രിയാശക്തിയിൽ നിന്നുണ്ടായി ചെവി, ത്വക്, നാക്ക്, കണ്ണ്, മൂക്ക് എന്നീ 5 രജോഗുണ ക്രിയാശക്തിയിൽ നിന്നുണ്ടായി ചെവി, ത്വക്ക്, നാക്ക്, കണ്ണ്, മൂക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊപ്പമായി വാക്ക്, കരം, ഭൂതം, ലിംഗം, കാല് എന്നിങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ 5. പ്രാണാപാന വ്യാനോദാന സമാനന്മാരാകും പ്രാണൻ അങ്ങിനെ 15 രാജസ സൃഷ്ടി. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ, വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം 3ാം സ്കന്ധം 7-ാമത്തെ അധ്യായം. അതിൽ 22-ാമത്തെ ശ്ലോകം മുതൽ 33 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. ഇനി അതിനെ വീണ്ടും പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. നാരദ മഹർഷിയുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. നാരദൻ പറയുന്നു, സ്വരൂപം ദേവദേവേശ ത്രയാണാമേവ വിസ്തരാൾ ഗുണാനാംയൽ സ്വരൂപോസ്തി ഹ്യഹങ്കാര സ്ത്രീരൂപക. ബ്രഹ്മനാരദ സംവാദമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാരദൻ പറയുന്നു, ഹേ ദേവദേവേശ, അങ്ങ് ത്രയാണാമേവ വിസ്തരാൾ സ്വരൂപം, സത്വം, രജസ്, തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങളുടെ സ്വരൂപത്തെയും അതേപോലെ ഗുണാനാമ്യൽ സ്വരൂപോസ്തി അഹങ്കാര സ്ത്രീരൂപക 3 തരത്തിലുള്ള അഹങ്കാരത്തിൻ്റെ സ്വരൂപവും വിസ്തരാൾ എന്നോട് വിസ്തരിച്ച് പറയൂ.
സാത്വികോ രാജസശ്ചൈവ താമസശ്ച തഥാപര വിഭേദേന സ്വരൂപാണി വദസ്വ പുരുഷോത്തമ. ഹേ പുരുഷോത്തമ, സാത്വികം, രാജസം, താമസം, ഇതാണല്ലോ ത്രിഗുണങ്ങൾ. ഇവയിൽ ഓരോന്നിൻ്റെയും സ്വരൂപത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞു തരണേ. യജ്ഞാത്വാ വിപ്രമുച്യേഹം ജ്ഞാനം തദ്വതമേ പ്രഭോ ഗുണാനാം ലക്ഷണാന്യേവ വിതതാനി വിഭാഗശ. ഇവിടെ പറയുകയാണ്, ഓരോ ഗുണത്തിൻ്റെയും രൂപം എന്തെന്ന് ആണ് ആദ്യം ചോദിച്ചത് അല്ലേ. ഇപ്പം എന്താ ചോദിക്കണത്? അതിൻ്റെ ലക്ഷണം എന്താണ്. അപ്പോൾ ഓരോ ഗുണത്തിൻ്റെയും ലക്ഷണം വിസ്തരിച്ച് പറയണം. എന്തറിഞ്ഞാലാണോ? യജ്ഞാത്വാ വിപ്രമുച്യേഹം ജ്ഞാനം തദ്വതമേ പ്രഭോ. അത് എന്തറിഞ്ഞാലാണോ എനിക്ക് മുക്തനാവാൻ സാധിക്കുക, ആ ജ്ഞാനം എന്താണ് എന്ന് പറഞ്ഞു തരണേ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് പറയാനായിട്ട് ആരംഭിക്കുന്നു. ത്രയാണാം ശക്തയസ്തിസ്രസ്തദ്ബ്രവീമി തവാനഘ ജ്ഞാനശക്തി ക്രിയാശക്തിരർത്ഥശക്തിസ്തഥാപരാ. അല്ലേ? ഹേ നിഷ്പാപനായ നാരദ, അനഘ എന്ന് വിളിക്കുകയാണ്. 3 അഹങ്കാരങ്ങൾക്കും 3 ശക്തികളുണ്ട്. അതിനെ ജ്ഞാനശക്തി, ക്രിയാശക്തി, അതേപോലെ അർദ്ധശക്തി. അർദ്ധശക്തിയുടെ മറ്റൊരു പേരാണ് ദ്രവ്യശക്തി. ഈ 3 പേരുകളാൽ അത് പ്രസിദ്ധമാണ് എന്ന് പറയുന്നു. സാത്വികസ്യ ജ്ഞാനശക്തി, സാത്വികമായ അഹങ്കാരത്തോട്. അപ്പോൾ ജ്ഞാനശക്തിക്ക് സാത്വിക അഹങ്കാരത്തോടും, രാജസസ്യ ക്രിയാത്മിക, രാജസശക്തിക്കോ ആ ക്രിയാശക്തിക്ക് രാജസാഹങ്കാരത്തോടും, ദ്രവ്യശക്തി താമസസ്യ, ദ്രവ്യശക്തിക്ക് അല്ലെങ്കിൽ അർത്ഥശക്തിക്ക് താമസാഹങ്കാരത്തോടുമാണ് ബന്ധം. അത് തന്നെ തിസ്രഷ്ട കഥിതാസ്തവ, ഈ 3ഉം അങ്ങയോട്, അല്ലയോ നാരദ, അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. തേഷാം കാര്യാണി വക്ഷ്യാമി ശൃണു നാരദ തത്വത. ഇനി ഈ 3 കാര്യങ്ങളുടെയും ഇതിൻ്റെ കാര്യരൂപത്തെക്കുറിച്ച് പറയാം. അവയുടെ കാര്യരൂപം എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോളൂ. ശൃണു നാരദ തത്വത. താമസ്യാ ദ്രവ്യശക്തേശ്ച ശബ്ദസ്പർശ സമുദ്ഭവ. താമസിയായ ദ്രവ്യശക്തിയിൽ നിന്നും ശബ്ദം, സ്പർശം എന്നിവ, അതേപോലെ രൂപം, രസശ്ച ഗന്ധശ്ച തന്മാത്രാണി പ്രചക്ഷത്തെ. ദ്രവ്യശക്തിയിൽ നിന്നുണ്ടായതാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5നെ എന്ത് പറയുന്നു? തന്മാത്രകൾ എന്ന് പറയുന്നു. ശബ്ദൈക ഗുണമാകാശം. ശബ്ദം ഏകഗുണമുള്ളതാണ്. ശബ്ദം എന്ന ഏകഗുണത്തോടു കൂടിയതാണ് ആകാശം. ആകാശത്തിൽ ശബ്ദം മാത്രമേ ഉള്ളൂ. അതേപോലെ വായുവിൻ്റേതാണ് സ്പർശം. ശബ്ദസ്പർശ സമുദ്ഭവ. പറഞ്ഞില്ലേ, ശബ്ദവും സ്പർശവും ഉണ്ടായിന്ന്. അതിൽ പറയാണ് ശബ്ദം ആകാശത്തിൻ്റെതാണ്, വായുവിൻ്റേതാണ് സ്പർശം. അപ്പോൾ പിന്നെ 3 കൂടിയുണ്ട്, രൂപം, രസം, ഗന്ധം. അഗ്നിയുടേതിന് രൂപം, ജലത്തിൻ്റേത് രസം, ഭൂമിയുടേത്, പൃഥ്വിയുടേത് ഗന്ധം. സ്വരൂപൈക ഗുണോഗ്നിഷ്ഠ ജലം രസഗുണാത്മകം പൃഥ്വി ഗന്ധഗുണാജ്ഞേയ സൂക്ഷ്മാണ്യേതാനി നാരദ. ഇവ സൂക്ഷ്മങ്ങളാണ് എന്ന് പറഞ്ഞു. ദശൈതാനി മിളിത്വാതു ദ്രവ്യശക്തിയുതാനി വൈ താമസാഹങ്കാരജസ്യാൽ സർഗസ്തദനുവർത്തിക. എന്നിട്ട് പിന്നീട് ബ്രഹ്മാവ് പറയുകയാണ്, ദ്രവ്യശക്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ 10 പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും, പഞ്ചതന്മാത്രകളും ഒന്നിച്ചു ചേർന്ന് പ്രകടമാകുന്നത് എപ്പോഴാണോ അപ്പോൾ താമസാഹങ്കാരത്തെ തുടർന്നുണ്ടായ സൃഷ്ടി എന്ന് പറയും. ഇതേപോലെ രാജസ്യാശ്ച ക്രിയാശക്തേരുൽപ്പന്നാനി ശൃണുഷ്വമേ. രജോ ഗുണപ്രധാനങ്ങളായിരിക്കുന്ന ക്രിയാശക്തിയിൽ നിന്ന് ഉണ്ടായത് ഏതാണ്? അതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. കേട്ടോളൂ എന്ന് പറയുകയാണ്. ശ്രോത്രം ത്വഗ്രസനാ ചക്ഷുർഘ്രാണം ചൈവച പഞ്ചമം. ശ്രോത്രം ചെവി, ത്വക്ക് രസന നാക്ക്,
അതേപോലെ തന്നെ ചക്ഷുർഘ്രാണം, ചക്ഷുസ് പറഞ്ഞാൽ ആ കണ്ണ്, ഘ്രാണം മൂക്ക്, ഈ 5. ജ്ഞാനേന്ദ്രിയാണി ചൈതാനി, ഇതൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങളാണ്, അറിയാനുള്ളതാണ് അല്ലേ. നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത് ഇത് ഉള്ളത് കൊണ്ടാണ്. നമ്മളിൽ അറിയാനുള്ള കഴിവുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ കർമ്മേന്ദ്രിയങ്ങളുണ്ട്. വാക്ക്, കൈ, കാൽ, ഗുദം, ലിംഗം, ഇതാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. വാക് പാണിപാദ പായുശ്ച ഗുഹ്യാന്താനിച്ച പഞ്ചവൈ, ഈ 5നെയും കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. പിന്നെ പഞ്ചപ്രാണൻ എന്ന് പറയുന്നു. എന്തൊക്കെയാണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ പഞ്ചപ്രാണൻ. ഇപ്പോൾ ഭഗവാന് നിവേദ്യമൊക്കെ കൊടുക്കുന്ന സമയത്ത് പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, ഇങ്ങനെയാണ് 5 ആ പ്രാണനുകളെ കുറിച്ച് പറയാം. പ്രാണാഹുതി എന്നാണ് ഇതിന് പറയുക. അപ്പൊ ഇവിടെ ഈ സമാനോദാന വായവ, ആ പ്രാണോപാനശ്ച വ്യാനശ്ച സമാനോദാന വായവ എന്ന് പറഞ്ഞു. പഞ്ചദശമിളത്വൈവ, അങ്ങനെ 15 ഒന്നിച്ചു ചേർന്നുണ്ടായ സൃഷ്ടിയെ രാജസ സൃഷ്ടി എന്ന് പറയുന്നു. ഏതാ ഈ 15? ഒന്ന് ജ്ഞാനേന്ദ്രിയങ്ങള്, മറ്റൊന്ന് കർമ്മേന്ദ്രിയങ്ങൾ. അത് 5 വീതം, 5ഉം 5ഉം 10. പിന്നെ ഈ പഞ്ചപ്രാണങ്ങൾ 5 പഞ്ചേന്ദ്രിയങ്ങളായിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, അപ്പോൾ 10. പിന്നെ ഒരു 5ഉം കൂടി 15 അല്ലേ. അപ്പൊ ഈ പഞ്ചപ്രാണൻ ഇത് ചേർന്ന് ഒന്നിച്ചു ചേർന്നാൽ ഉണ്ടായ സൃഷ്ടിയെ രാജസ സൃഷ്ടി എന്ന് പറയുന്നു എന്ന 33-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്കിന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. നാളെ 34-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അനുസ്മരിക്കാം 42-ാമത്തെ ശ്ലോകം വരെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.